സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 2 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കുക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു ജിനു റെഡ് ഗേറ്റിനുള്ളിൽ അകപ്പെടുന്നു. വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ ലീഡർ ബൈക്ക് യുനോ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ യുഎസിന്റെ എസ് റാങ്ക് ഹണ്ടർ വോയിങ് ഡോങ്സും തന്റെ മരിച്ച സഹോദരന് പകരമീട്ടാനായി കൊറിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. വോയിങ് ഡോങ്സുങ്ങിന്റെയും ജിഞ്ചുളിന്റെ അടുത്തോട്ട് കഥ പോകുന്നു. ഡോങ്സുങ് ജിഞ്ചുളിനോട് ചോദിക്കുന്നു, എൻ്റെ സഹോദരൻ്റെ അന്തിമ സംസ്കാരം എന്തായി? ജിഞ്ചുൾ പറയുന്നു, അങ്ങയുടെ സഹോദരൻ്റെ ബോഡി ഇതുവരെ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ലോ പ്രൊഫൈലായി വെച്ചിരിക്കുകയായിരുന്നു. സർ, അങ്ങക്ക് മോർച്ചറി വിസിറ്റ് ചെയ്യണോ? ഡോങ്സുങ് പറയുന്നു, മരിച്ചവർ മരിച്ചു, എനിക്കിതിൽ താല്പര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇത് ചെയ്തവന്മാരിലാണ്. ജിഞ്ചുൾ ചോദിക്കുന്നു, താങ്കളെ ഞാൻ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ഡോങ്സുങ് പറയുന്നു, വേറെ എങ്ങോട്ടാ? എന്നെ ഡഞ്ചനിലോട്ട് കൊണ്ടുപോകും, എനിക്ക് അവന്മാരെ കാണണം, ഇതെല്ലാം ചെയ്തവന്മാരെ. ജിഞ്ചുൾ ചോദിക്കുന്നു, ഇവിടെ നിരവധി ഗേറ്റുകളുണ്ട്, എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? വാങ് ഡോങ്സുങ് പറയുന്നു, ഇത് 21st സെഞ്ച്വറിയാണ് ജിഞ്ചുൾ, ഇവിടെ ഇതൊക്കെ നിസ്സാരമാണ്. ഈ റാങ്ക് ഹണ്ടർ സങ് ജിൻവോ, അവനിപ്പോൾ ഗേറ്റിനുള്ളിൽ പോയിട്ടുണ്ട്. ജിഞ്ചുൾ പറയുന്നു, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ഡഞ്ചൻസിൽ വെച്ച് ഒരു സെറ്റ് റൂൾസ് ആണുള്ളത്, സൊസൈറ്റിയിലെ റൂൾസ് അവിടെ ബാധകമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട് ഡോങ്സുങ് കോപിതനാകുന്നു. ജിഞ്ചുൾ, നീ നിന്റെ ജോലി നോക്ക്, അവന്മാരെ ഡഞ്ചൻസിനുള്ളിൽ കുഴിച്ചു മൂടണോ വേണ്ട എന്ന് എൻ്റെ തീരുമാനമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡഞ്ചനിനുള്ളിലെ സീനിലോട്ട് പോകുന്നു. ഡഞ്ചനിനുള്ളിൽ എല്ലാവർക്കും മനസ്സിലായി കഴിയുന്നു ഇത് ഡഞ്ചൻ അല്ലെന്ന്. ജീനോ ചുറ്റിനും ശ്രദ്ധിക്കുന്നു, ഇവിടെ അങ്ങനെ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. ഗേറ്റ് നമ്മളെ വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുവന്നു. ജിനോയുടെ കൂടെ വന്ന സോങ് പറയുന്നു, ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഒരു അമ്പ് അവൾക്ക് നേരെ വരുന്നു. പക്ഷേ ജിനു തൻ്റെ കൈകൾ കൊണ്ട് പിടിച്ചു നിർത്തുന്നു. അതേസമയം തന്നെ ബാക്കിയുള്ള ഹണ്ടേഴ്സിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. അവർ നോക്കുമ്പോൾ കുറച്ച് പേർ മരങ്ങളുടെ ചില്ലയിൽ നിൽക്കുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് മനുഷ്യരല്ല, ഐ സെൽസ് ആണെന്ന്. ഇവർ ദൂരെ ആയതുകൊണ്ട് തന്നെ ജിനോയ്ക്ക് ഇവരുടെ പ്രസൻസ് അറിയാൻ കഴിഞ്ഞില്ല. ഇവരെ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളവർ ഐ സെൽസ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇവരെ ഫേസ് ചെയ്തിട്ടുള്ള ഹണ്ടേഴ്സ് ഇവരുടെ ബ്രൂട്ടലായിട്ടുള്ള കില്ലിംഗ് കാരണം തന്നെ ഐസ് സ്ലേയേഴ്സ് എന്നും വിളിച്ചിരുന്നു. ഇതേ സമയത്ത് ഗേറ്റിന് പുറത്ത് ബൈക്ക് യുനോ എത്തിക്കഴിഞ്ഞതായിട്ട് കാണാം. ഇതെല്ലാം എന്താണ്? ഇതൊരു സി റാങ്ക് ഗേറ്റ് അല്ലായിരുന്നോ? ആണ് സർ, മിസ്റ്റർ ഹാൻ പറഞ്ഞു. അസോസിയേഷനെ കോൺടാക്ട് ചെയ്തായിരുന്നോ? ശ്രമിച്ചായിരുന്നു സർ, പക്ഷേ അവരിത് സി റാങ്ക് ഗേറ്റ് തന്നെയാണെന്ന് പറയുന്നു. ബൈക്കിന് ഇത് കേട്ട് ദേഷ്യം വരുന്നു. ഒരു റെഡ് ഗേറ്റ് ഹൈ റാങ്കിങ് ഡഞ്ചനിലേ വരാറുള്ളൂ. എൻ്റെ അറിവിൽ വേറൊരു ലോകമാണ് അപ്പുറത്ത്. ഇതിൻ്റെ പുറകിൽ ഏതോ വലിയ ആപത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഗേറ്റിൽ നിന്നും വരുന്ന മാന ബി റാങ്ക് അല്ലെങ്കിൽ എ റാങ്ക് ആവാനാണ് സാധ്യത, അതുമല്ലെങ്കിൽ ഇതിലും ഉയർന്ന റാങ്ക്. മിസ്റ്റർ ഹാൻ ചോദിക്കുന്നു, സർ, ഞങ്ങൾ മാനാമീറ്റർ വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ? ബേക്ക് പറയുന്നു, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഗേറ്റിൻ്റെ റാങ്ക് അറിയാൻ കഴിയില്ല. എത്ര ഹണ്ടേഴ്സാണ് ഗേറ്റിനുള്ളിൽ പോയത്? മിസ്റ്റർ ഹാൻ പറയുന്നു, മുഴുവനായി 12 സർ. ഒരു എ റാങ്ക് ഹണ്ടറും 7 ബി റാങ്ക് ഹണ്ടേഴ്സും പിന്നെ കുറച്ച് പുതിയ റിക്രൂട്ട്സും ഉണ്ട്. ബേക്ക് പറയുന്നു, ഇതൊരു ബി റാങ്ക് ഗേറ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ 3 എ റാങ്ക് ഹണ്ടേഴ്സ് എങ്കിലും വേണം. അല്ല, ഇതൊരു എ റാങ്ക് ഗേറ്റ് ആണെങ്കിൽ ഒരു എസ് റാങ്ക് അല്ലെങ്കിൽ 10 എ റാങ്ക് ഹണ്ടേഴ്സ് എങ്കിലും വേണം. ഈ ഗേറ്റ് എ റാങ്ക് അല്ല അതിലും ഉയർന്നതാണെങ്കിൽ മിക്ക ഹണ്ടേഴ്സും ഇപ്പോൾ മരണത്തിൻ്റെ വക്കിലായിരിക്കും. 2-3 ബി റാങ്കും എ റാങ്കും രക്ഷപ്പെട്ടാൽ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഇത് കേട്ട് മിസ്റ്റർ ഹാൻ പറയുന്നു, സർ, അത് ഒരാളും കൂടെ ഡഞ്ചനിൽ പോയിട്ടുണ്ട്. അയാളുടെ മുകളിൽ ഞാൻ കുറച്ച് നാളായിട്ട് കണ്ണു വെച്ചിട്ടുണ്ട്. ബൈക്ക് ചോദിക്കുന്നു, അവൻ്റെ റാങ്ക് എത്ര, എ അതോ ബി? മിസ്റ്റർ ഹാൻ ഒന്നും തന്നെ വേണ്ടിയില്ല. ബൈക്ക് ചോദിക്കുന്നു, അവൻ എസ് റാങ്ക് ആണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് പിന്നെ സാർ, അത് അവനൊരു ഇ റാങ്ക് ഹണ്ടറാണ്. മിസ്റ്റർ ഹാൻ ചുറ്റിനും നോക്കിയിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഡഞ്ചനിനുള്ളിലെ കാഴ്ചയാണ് കാണുന്നത്. അവരുടെ ടീമിലെ ആരോ മരണപ്പെടുന്നു. ജിനോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവർ മോശക്കാരല്ല. തുടക്കത്തിൽ തന്നെ കുറഞ്ഞ റാങ്കുള്ളവരെ ആദ്യം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു 2 മാസം മുമ്പായിരുന്നെങ്കിൽ എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇവരെല്ലാം എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നശിപ്പിക്കും. ഇതിനിടയ്ക്ക് എ റാങ്ക് ഹണ്ടർ കിംജുൾ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, നമ്മൾ റെഡ് ഗേറ്റിനുള്ളിലാണെന്ന്. ആരും തന്നെ ജീവനോടെ പുറത്തു പോകുമെന്ന് തന്നെ ഉറപ്പില്ല. ചിലപ്പോൾ ഡഞ്ചൻ ബ്രേക്ക് വന്നാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിച്ചാൽ ഗേറ്റ് തുറക്കുമായിരിക്കും. ഇത് കേട്ട് എല്ലാവരും പേടിക്കുന്നു. സോങ്ങി ജിനുവോയുടെ റെഡ് ഗേറ്റ് എന്തായെന്ന് ചോദിക്കുന്നു. ജിനു പറയുന്നു, റെഡ് ഗേറ്റ് നമ്മളെ വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും. ഒരു പ്രാവശ്യം റെഡ് ഗേറ്റിനുള്ളിൽ കാലുകുത്തിയ പുറം ലോകവുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. വേറെ ആർക്കും തന്നെ നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഡഞ്ചൻ നമ്മൾ ക്ലിയർ ആക്കുന്നവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഡഞ്ചൻ ബ്രേക്ക് വരണം. എല്ലാവരും ഇത് കേട്ട് പേടിക്കുന്നു. ഇത് കണ്ട് കിംചുളിലൂടെ ലീഡ് എടുക്കുന്നു. എൻ്റെ പേര് കിംചുൾ, ഞാനൊരു എ റാങ്ക് ഹണ്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ മനസ്സിലായി കാണും ഇതൊരു റെഡ് ഗേറ്റ് ആണെന്ന്.
എല്ലാവരും സുരക്ഷിതരായി തിരിച്ചു മടങ്ങുന്ന കാര്യം ഞാൻ ഉറപ്പുവരുത്തുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പറ്റാത്ത വാക്ക് തരില്ല. കുറേ മാസങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഡഞ്ചൻ ബ്രേക്കിന് വേണ്ടി. അതുവരെ എല്ലാവരും ജീവനോടെ കാണുമെന്നും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇത് മിക്കവാറും ഒരു ബി റാങ്ക് ഡഞ്ചൻ ആയിരിക്കും. സോ ഇത്രയും പേരെ മാനേജ് ചെയ്യുന്ന കാര്യം എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പുതിയ ടീം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ട് ജിനുവോ ഞെട്ടുന്നു. കിംജുൽ പറയുന്നു, നമ്മളിവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. ഈ ഡഞ്ചൻ ക്ലിയർ ആക്കുകയും ചെയ്യും. പറ, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്? കിംജുൽ എ റാങ്ക് ആയതുകൊണ്ട് തന്നെ മിക്കവരും കിംജുലിൻ്റെ കൂടെ പോകാൻ ശ്രമിച്ചു. പക്ഷേ ലോ റാങ്ക് ഹണ്ടേഴ്സിനെ അവൻ തള്ളിമാറ്റി. എന്നോട് ക്ഷമിക്കണം, ഞാൻ സി റാങ്കിൽ താഴെയുള്ളവരെ കൂടെ കൊണ്ടുപോകില്ല. റെഡ് ഗേറ്റിൽ ഒരു ദിവസം പുറത്ത് 1 മണിക്കൂറിന് സമാനമാണ്. അതുപോലെ ഡഞ്ചൻ ബോസിനെ കീഴ്പ്പെടുത്താൻ മേ ബി മാസങ്ങളെടുക്കും. എനിക്കൊരു പാഴുകളെയും ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ല. ഇത് കേട്ട് ബാക്കിയുള്ളവർ വഴക്കുണ്ടാക്കുന്നു. കിംജുൽ പറയുന്നു, ലുക്ക്, അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഡഞ്ചൻ ബോസിനെ തീർത്താൽ നിങ്ങൾ അതുവരെ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അല്ല അത് എന്ത്? കിംജുലിന്റെ ടീമിലുണ്ടായിരുന്ന പെൺകുട്ടി അവനോട് പറയുന്നു, ഞാൻ ഇവരുടെ കൂടെ പോയിക്കോട്ടെ? കിംജുൽ പറയുന്നത്, നിന്റെ ഇഷ്ടം. ഇവൾക്ക് എന്താ? മേ ബി ചിലപ്പോൾ അവരോട് ദയ തോന്നി കാണും. അവൾ പെട്ടെന്ന് ജിനുവോയുടെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, കിംജുൽ ആ അമ്പ് വന്നതുപോലും ശ്രദ്ധിച്ചില്ല. നീ ഈ റാങ്ക് അല്ലല്ലേ? ഇതേ സമയം മിസ്റ്റർ ഹാൻ ബൈക്ക് യുൻഹോയോട് ജിനുവ റീ അവേക്കൻഡ് ആയെന്ന കാര്യം പറയുന്നു. ബൈക്ക് പറയുന്നു, ഇത് ഉറപ്പാണോ? മിസ്റ്റർ ഹാൻ പറയുന്നു, ഇതെൻ്റെ ഒരു ഗസ്സാണ് ഇപ്പോഴത്തേക്ക്. ബട്ട് ബൈക്ക് ഇതിൽ വിശ്വസിച്ചില്ല. തൻ്റെ എ റാങ്ക് ഹണ്ടർ കിംജുലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക രക്ഷ. മിസ്റ്റർ ഹാൻ ആലോചിച്ചു, ബൈക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയ ജിനുവോയെ ആക്ഷനിൽ കണ്ടിരുന്നുവെങ്കിൽ. അടുത്ത് നിന്ന് സർവൈലൻസ് ടീം മാനേജർ കിംജുലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എലീറ്റ് സ്ട്രൈക്ക് സ്ക്വാഡിലെയാണ്. അവേക്കൻഡായ ഈ റാങ്ക് ഹണ്ടറിനെക്കാളും കിംജുലാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹണ്ടർ. മിസ്റ്റർ ഹാൻ ഇതെല്ലാം കേട്ടിട്ട് മറുപടി കൊടുത്തില്ല. പെട്ടെന്ന് വോങ് ഡോങ്സുങ്ങിന്റെ കാർ അവിടെ എത്തുന്നു. ബൈക്കിനെ കണ്ട് ഡോങ്സുങ് പറയുന്നു, അല്ല ഇത് വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ വലിയ മുതലാളിയോ? ഡോങ്സുങ്ങിനെ നേരിട്ട് കാണുമ്പോൾ തന്നെ ബൈക്കിന് കലി കീറുന്നു. ബൈക്ക് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ കൊറിയയിൽ? ഡോങ്സുങ് പറയുന്നു, ഞാനൊരു ചെറിയ വിസിറ്റിന് വന്നാൽ. ചെറിയ ലോകം അല്ലേ? ബൈക്ക് പറയുന്നു, നീ എൻ്റെ ചോദ്യത്തിന് മറുപടി പറ. എന്താ സ്റ്റേറ്റ്സിലുള്ള നീ? ഞങ്ങളുടെ ഏരിയയിൽ. ഡോങ്സുങ് ഇത് കേട്ട് പറയുന്നു, വൈറ്റ് ടൈഗർ ഗിൽഡിൻ്റെ ഏരിയ. നിങ്ങൾ എന്തിനാ ആ ഒരു ഈ റാങ്ക് പാഴിനെ റിക്രൂട്ട് ചെയ്തത്? ബൈക്ക് ചോദിക്കുന്നു, ഈ റാങ്കോ? നീ എന്താ ഈ പറയുന്നത്? ഡോങ്സുങ് പറയുന്നു, ഞാൻ സങ് ജിനുവയുടെ കാര്യമാണ് പറയുന്നത്. ബൈക്ക് ഇത് കേട്ട് ഷോക്കാകുന്നു. സങ് ജിനുവയെ വാങ് ഡോങ്സുങ്ങിനും അറിയാമോ? ഇതേ സമയം ഡഞ്ചനിനുള്ളിൽ ജിനുവോ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പുതിയ ഹണ്ടേഴ്സ് അല്ലേ? റെഡ് ഗേറ്റിനുള്ളിൽ വന്നിട്ടും നിങ്ങൾ ഇത്രയും ശാന്തരായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? അവൾ ഇത് കേട്ട് മറുപടി പറയുന്നു, ഇത് അവരെ ആദ്യമേ പഠിപ്പിക്കുന്ന പാഠമാണ്. ഡഞ്ചനിനുള്ളിൽ എന്തും സംഭവിച്ചേക്കാം. ഇതിനുശേഷം 2 ഗ്രൂപ്പും സ്പ്ലിറ്റായി പോകുന്നു. ജിനുവയുടെ ഗ്രൂപ്പ് കാടുകൾക്കുള്ളിലോട്ട് പോകുന്നു. ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്ത് റാങ്ക് ചോദിക്കുന്നു. പക്ഷെ ജിനുവോ മറുപടി പറയുന്നു, എനിക്ക് തന്നെ അറിയില്ല എൻ്റെ റാങ്ക് ഏതാണ്. അവൾ മനസ്സിലായിരിക്കുന്നു, ഇയാൾ മിക്കവാറും ഒരു എ റാങ്ക് അല്ലെങ്കിൽ അതിലും ഉയർന്ന റാങ്ക് ആയിരിക്കാം. കിംജുലിൻ്റെ ഗ്രൂപ്പ് പോകുന്ന വഴിയിൽ ഒരു മരം ശ്രദ്ധിക്കുന്നു. ദാ ഇത് നോക്ക്, ഇത് ഐസ് ബിയറിൻ്റെ ടെറിട്ടറിയാണ്. അവരിപ്പോൾ ഐസ് ബിയേഴ്സിൻ്റെ ഭക്ഷണമായി കാണും. അല്ല, ഒരു ഈ റാങ്ക് ഹണ്ടറിൽ നിന്നും എന്താ പ്രതീക്ഷിക്കേണ്ടത്? മറ്റൊരു ഹണ്ടർ പറഞ്ഞു. കിംജുൽ പറയുന്നു, എന്തേലും ആവട്ടെ, നമ്മുടെ പ്ലാനിൽ ശ്രദ്ധിക്കാം. യുദ്ധസമയമായി. കിംജുൽ ആലോചിക്കുന്നു, എന്നാലും ഗ്രൂപ്പിൽ ബി റാങ്കും സി റാങ്കും ഉണ്ട്. പക്ഷേ ഈ റാങ്ക് ഹണ്ടർ എന്താ അവരുടെ ലീഡർ? ഞാനെന്തിനാ ഇത് ആലോചിക്കുന്നേ? അവരിപ്പോൾ തന്നെ മരിച്ചു കാണും. ഡഞ്ചന് പുറത്ത് വൈങ് ഡോങ്സുങ് സംസാരിക്കുന്നു. ഡോങ്സുങ് പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ദൂരം ഞാൻ വന്നിട്ടും റെഡ് ഗേറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന്. നിന്നെ പിടിക്കാൻ പാടാണ് സങ് ജിനുവോ. സങ് ജിനുവോയുടെ പേര് കുറേ നേരമായി കേൾക്കുന്ന ബേക്കിന് മനസ്സിലാവുന്നില്ല എല്ലാവരും ഇവൻ്റെ പുറകിൽ എന്താണെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഡഞ്ചനിനുള്ളിൽ കിംജുലിൻ്റെ ടീം ഐസ് ബിയേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഒരു ഐസ് ബിയർ കിംജുലിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ കിംജുലിൻ്റെ ഷീൽഡ് വെച്ച് അത് തടയുന്നു. കിംജുൽ ആ ഐസ് ബിയറിനെ കൊല്ലുന്നു. അങ്ങനെ കുറേ ഐസ് ബിയേഴ്സിനെ അവൻ ഒറ്റയ്ക്ക് തീർക്കുന്നു. ഇത് കണ്ട് ബാക്കിയുള്ള ഹണ്ടേഴ്സ് കിംജുലിന്റെ ടീമിലായത് ഭാഗ്യമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. കിംജുലിനെ പ്രശംസിക്കുന്ന ഹണ്ടേഴ്സ് കിംജുൽ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഡഞ്ചൻ ക്ലിയർ ചെയ്യാമെന്ന് ആലോചിക്കുന്നു. അവർ ആഴ്ചകൾക്കുള്ള ഭക്ഷണം ഈ ഐസ് ബിയേഴ്സ് തന്നെ ധാരാളമെന്ന് പറയുന്നു. പക്ഷേ കിംജുൽ ഇത് കേട്ട് പറയുന്നു, എന്താ നീ പറയുന്നേ? ശ്രദ്ധിച്ചേക്ക്, നമ്മൾ ഫോറസ്റ്റിൽ തന്നെയാണ്. നമ്മൾ ഇതുവരെ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല. കിംജുൽ ആലോചിക്കുന്നു, എനിക്കേ ഇവരെ നേരിടാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ ഐസ് ബിയേഴ്സിന്റെ ഇരകളായി കാണും. ജിനുവയുടെ ടീം ഫോറസ്റ്റിനുള്ളിലോട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ ജിനുവയുടെ കൂടെയുള്ള ആ പെൺകുട്ടി നിൽക്കാൻ പറയുന്നു. കാരണം എന്താണെന്ന് തിരക്കുമ്പോൾ അവൾ പറയുന്നു, ഇത് ഐസ് ബിയേഴ്സിന്റെ ടെറിട്ടറി ആണെന്ന്. ജിനുവയുടെ റിയാക്ഷൻ കണ്ട് അവൾ ആലോചിക്കുന്നു, അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഇതെല്ലാം കേട്ടിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ജിനുവയെ കണ്ട് അവൾ പറയുന്നു, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ജിനുവ പറയുന്നു,
ഈ കാട് മുഴുവൻ ഐസ് ബിയേഴ്സിൻ്റെ ആണെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം. കാരണം ഇത് ഐസ് ബിയേഴ്സിൻ്റെ ടെറിട്ടറി ആണെങ്കിൽ ബാക്കിയുള്ള മാജിക് ബീസ്റ്റുകളെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരില്ല. പ്രത്യേകിച്ച് ബുദ്ധിയുള്ള ഐസ് എൽവ്സിനെക്കാട്ടിലും ബെറ്റർ ആണ്. ഇത് കേട്ട് ബി റാങ്കറായ ആ പെൺകുട്ടി ഞെട്ടുന്നു. ശരിയാ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചില്ല? ജിനോ ചോദിക്കുന്നു. ബൈ ദ വേ, നിങ്ങൾക്ക് തണുക്കുന്നില്ലേ? ജിനോ തന്റെ ഇൻവെന്ററിയിൽ നിന്നും വൂളൻ ക്ലോത്ത്സ് പുറത്തെടുക്കുന്നു. അവൻ അത് എല്ലാവർക്കും കൊടുക്കുന്നു. അവൾ ഇത് കണ്ട് ഞെട്ടുന്നു. സ്പെഷ്യൽ മാജിക് അല്ലേ ഇത്? മറ്റൊരാൾ പറയുന്നു, ഞാൻ വിചാരിച്ചു സ്പെഷ്യൽ മാജിക് വെച്ച് 2 or 3 ലോ റാങ്കിങ് ഐറ്റംസ് മാത്രമേ സമാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. സത്യത്തിൽ ആരായവൻ? ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന സംഗീയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ജിനുവോ പറയുന്നു, ഞാനാ നിന്നെ ഇതിൽ പിടിച്ചിട്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നോക്കിക്കോളൂ. അതിന് പകരമായി എന്നോടൊന്നും ചോദിക്കരുത്. ബാക്കിയുള്ളവരോടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് ആരും ഒന്നും ചോദിക്കരുത്. എന്നിൽ നിന്നും ആരും ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഒരു ഐസ് ബിയർ അവർക്ക് നേരെ വരുന്നു. മറ്റൊരാൾ പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ഐസ് ബിയേഴ്സിനെ മാത്രം പേടിച്ചാൽ മതിയെന്ന, പക്ഷേ അവരും ഹൈ റാങ്കിങ് ബീസ്റ്റാണ്. എനിക്കറിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ പറയുന്നു, ഞാൻ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാം, നിങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള വഴി നോക്ക്. ബട്ട് ജിനു അവളെ തടയുന്നു. അവൾ പറയുന്നു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ജിനു പറയുന്നു, ഞാനൊരു കാര്യം വ്യക്തമാക്കി തരാം, ഞാൻ ഒറ്റയ്ക്ക് മാജിക് ബീസ്റ്റുകളെ നശിപ്പിക്കും. അവൾ പറയുന്നു, നിങ്ങൾ എത്ര സ്ട്രോങ് ആണെങ്കിലും അതൊരു ഹൈ റാങ്കിങ് ബീസ്റ്റ് ആണ്. ബട്ട് ജിനോയുടെ മനസ്സിൽ എക്സ്പീരിയൻസ് പോയിന്റ് മാത്രമായിരുന്നു ലക്ഷ്യം. ഐസ് ബിയർ ജിനോയ്ക്ക് നേരെ വരുന്നു. പക്ഷേ ജിനോ വളരെ വലിയൊരു ജമ്പ് വെക്കുന്നു. അവന്റെ കൈ കൊണ്ട് ഐസ് ബിയറിന്റെ തല പൊളിക്കുന്നു. കൂടെയുള്ളവർ ഇത് കണ്ട് പേടിച്ചു പോകുന്നു. ഹൈ റാങ്ക് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് പോയിന്റ് ജിനോയ്ക്ക് കിട്ടുന്നു. സത്യത്തിൽ നീ ആരാണ്? അവൾ ചോദിക്കുന്നു. ഡഞ്ചന് പുറത്ത് ഇതേ സമയം ബൈക്ക് യുൻഹോ വാങ് ഡോങ്സോവുമായി സംസാരിക്കുന്നു. ബൈക്ക് പറയുന്നു, നിനക്കെന്താ സങ് ജിനോയുമായി ബിസിനസ്? ഡോങ്സുങ് പറയുന്നു, അത് നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നതാ. യുൻഹോ ഇത് കേട്ട് പറയുന്നു, നിന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ റെഡ് ഗേറ്റിനുള്ളിലാണ്, നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇത് നോർമൽ ഡഞ്ചൻ അല്ലെന്ന് അറിയാലോ. മരുഭൂമി, കൊടുംവനങ്ങൾ അല്ലെങ്കിൽ കടുത്ത മഞ്ഞ്, ഇതെല്ലാമാണ് അവർ നേരിടുന്നത്. ഒരു നല്ല ചാൻസ് ഉണ്ട് ഇവരെല്ലാം മരിച്ചു എന്ന് തന്നെ. ഡോങ്സുങ് പറയുന്നു, സാരമില്ല, എനിക്കൊന്നും ഉള്ളിൽ പോയി നേരിട്ട് കാണണം. ബട്ട് സീരിയസ്ലി എനിക്ക് ഡഞ്ചൻ ബ്രേക്ക് വരെ ഇവിടെ കാത്തു നിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും ചെയ്യണം. ജിൻജുൽ ഇതെല്ലാം കണ്ട് മനസ്സിൽ പറയുന്നു, ജിനോ നീ രക്ഷപ്പെട്ടു. ഡോങ്സുങ് പോലും റെഡ് ഗേറ്റ് കാരണം ഒന്നും നിന്നെ ചെയ്യാൻ കഴിയില്ല. നീ ലക്കിയാണ്, പക്ഷേ ജീവനോടെ തിരിച്ചു വന്നാൽ മാത്രം. ഡഞ്ചനിനുള്ളിൽ ബാക്കിയുള്ളവർ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കി ബിയർ മീറ്റ് കഴിക്കുകയാണ്. സോങ്ങി ജിനുവയോട് തന്റെ അനിയത്തി പഠിക്കുന്നതിന്റെ രഹസ്യം ചോദിക്കുന്നു. പക്ഷേ ജിനോ പറയുന്നു, അവൾ നോർമൽ പിള്ളേരെ പോലെ തന്നെയാണ്, വീട്ടിൽ വന്നാൽ കിടന്നുറങ്ങും, അതുപോലെ അവൾക്ക് ഫ്രൈഡ് ചിക്കൻ ക്രേസ് ആണ്. അവർ രണ്ടുപേരും വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി റാങ്കറായ പെൺകുട്ടി ഹിജിൻ ജിനോ ഐസ് ബിയേഴ്സിന്റെ വംശനാശം തന്നെ വരുത്തിയ കാര്യം അവളുടെ കൂടെയുള്ള ഹണ്ടേഴ്സുമായി ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് ജിനോ എഴുന്നേൽക്കുന്നു. എങ്ങോട്ട് പോകുക? അവൾ ചോദിക്കുന്നു. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ഈ ഗേറ്റിനുള്ളിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുവാണോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പെനാൽറ്റി കിട്ടും, അവൻ പറഞ്ഞു. ബാക്കിയുള്ള ഹൺഡ്രഡ്സ് ഇത് കേട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ ജിനോയ്ക്ക് അറിയാം, സ്ക്വാഡിനെ വിട്ട് ഇടയ്ക്ക് പെനാൽറ്റി സോണിൽ പോയാൽ പ്രശ്നമാകുമെന്ന്. വർക്കൗട്ട് കഴിയുമ്പോഴേക്കും ഐസ് ബിയേഴ്സ് ആർമിയുമായി ജിനോയ്ക്ക് നേരെ വരുന്നു. ജിനോ ഇത് കണ്ട് തന്റെ ഷാഡോസിനെ സമൺ ചെയ്യുന്നു. ഈഗ്രിസും പടയാളികളും തന്റെ ആദ്യത്തെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്നു.